മിസ്സേ, ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? അപ്പൊ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് 10th സ്റ്റാൻഡേർഡിലെ SSLC ഇംഗ്ലീഷിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ്. ഗ്ലിംസസ് ഓഫ് ഗ്രീൻസ്. ഗ്ലിംസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാഴ്ചകൾ എന്നാണ് അർത്ഥം. ഉൾക്കാഴ്ചകൾ എന്നൊക്കെ പറയും. ഗ്ലിംസസ് ഓഫ് ഗ്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രകൃതിയിൽ ഉള്ള കാഴ്ചകളെ കുറിച്ചിട്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ മൊത്തം നമുക്ക് ഈ യൂണിറ്റിൽ മൊത്തം നമുക്ക് 3 ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്. 2 ഷോർട്ട് സ്റ്റോറീസും പിന്നെ ഒരു പോയം ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള അഡ്വഞ്ചേഴ്സ് ഇൻ ദ ബനിയൻ ട്രീ എന്ന് പറയുന്ന റസ്കിൻ പോണ്ടിന്റെ ഒരു ഷോർട്ട് സ്റ്റോറിയുടെ കുറച്ച് ഭാഗമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. അപ്പോൾ അഡ്വഞ്ചേഴ്സ് ഇൻ ദ ബനിയൻ ട്രീ എന്ന് പറയുന്ന ചാപ്റ്റർ എഴുതിയിട്ടുള്ളത് റസ്കിൻ ബോണ്ട് എന്ന് പറയുന്ന എന്താ ബ്രിട്ടീഷ് ഇന്ത്യൻ റൈറ്റർ ആണ്. അദ്ദേഹം ബ്രിട്ടനിലാണ് അദ്ദേഹം ഇന്ത്യ ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ പാരന്റ്സ് ഒക്കെ വരുന്നത് എവിടെയാണ്? ബ്രിട്ടനിലാണ്. പക്ഷെ അദ്ദേഹം വളർന്നതൊക്കെ എവിടെയാണ്? ഇന്ത്യയിലാണ്. അപ്പോൾ അദ്ദേഹം എന്താണ്? ഒരു ബ്രിട്ടൻ ഇന്ത്യൻ റൈറ്റർ ആണ്. ഒരു നോവലിസ്റ്റ് ആണ്. ഓക്കെ, അപ്പോ അഡ്വഞ്ചേഴ്സ് ഇൻ ദ ബനിയൻ ട്രീ എന്ന് പറയുന്ന ചാപ്റ്ററിൽ അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്തിനെ കുറിച്ചിട്ടാണ് വിവരിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതിനൊരു ഇൻട്രൊഡക്ഷൻ പോലുള്ള നമ്മൾ ചാപ്റ്ററിൽ കൊടുത്തിട്ടുള്ളത് ആദ്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. നേച്ചർ ഈസ് ഫോർ ഓൾ ലിവിംഗ് ബീങ്സ്. നേച്ചർ എന്താണ്? എല്ലാ ലിവിംഗ് ബീങ്സിനും ഉള്ളതാണ്. മാൻ ഷുഡ് ബി ലീവ് ഇൻ ഹാർമണി വിത്ത് നേച്ചർ. മനുഷ്യനെ എന്ത് ചെയ്യണം? നേച്ചറിന്റെ ഹാർമണി ജീവിക്കണം എന്നാണ്. ഹാർമോണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖം, സന്തോഷം എന്നൊക്കെയാണ്. അതായത് നേച്ചർ നമുക്ക് തരുന്ന ഒരു സന്തോഷം, അതിൽ എന്ത് ചെയ്യണം? മാനും എന്ത് ചെയ്യുന്നുണ്ട്? മറ്റു ജീവികളെ പോലെ മനുഷ്യൻ എന്ത് ചെയ്യണം? സന്തോഷം കണ്ടെത്തണം എന്നാണ് പറയുന്നത്. ഓക്കെ, ബീങ് വൺ വിത്ത് നേച്ചർ ഈസ് ഓൾവേസ് മെസ്മറൈസിങ്. ഓക്കെ, മെസ്മറൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മയക്കുക, സന്തോഷിപ്പിക്കുക എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ നേച്ചറിന്റെ കൂടെ നമ്മൾ ജീവിക്കുക എന്ന് പറയുന്നത് അത് വളരെയധികം നമ്മളെ സന്തോഷപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഹാവ് യു എവർ ഗോട്ട് എ ചാൻസ് ടു സ്പെൻഡ് യുവർ ലീഷർ ടൈം വിത്ത് നേച്ചർ? നമ്മുടെ മടി പിടിച്ചിരിക്കുന്ന സമയങ്ങൾ നേച്ചറുമായിട്ട് ചിലവഴിക്കാൻ നമുക്ക് അവസരം കിട്ടിയിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ലെറ്റ്സ് റീഡ് ഹൗ എ ബോയ് എക്സ്പീരിയൻസ്ഡ് ആൻഡ് ബ്ലെൻഡഡ് വിത്ത് ദി എസൻസ് ഓഫ് നേച്ചർ. ഈ കഥയില് ഒരു ബോയ് അവര് എന്താണ് നേച്ചറുമായിട്ട് വളരെ അടുപ്പത്തിൽ ജീവിക്കുന്ന ഒരു കുടുംബമാണ്. അവര് എങ്ങനെയാണ് നേച്ചറുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യുന്നത് എന്നൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പറയുന്നത്. അപ്പൊ നോക്കി വെക്കാം. അഡ്വഞ്ചേഴ്സ് എന്ന ബനിയൻ ട്രീ. അഡ്വഞ്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഹസികത എന്നൊക്കെയാണ്. ഓക്കെ, അഡ്വഞ്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഹസികത എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ അഡ്വഞ്ചേഴ്സ് ഇൻ ബനിയൻ ട്രീ, ബനിയൻ ട്രീയിൽ നടക്കുന്ന സാഹസികതകളാണ് പറയുന്നത്. ഒരൊറ്റ ബനിയൻ ട്രീയിൽ നടക്കുന്ന ഒരു ബനിയൻ ട്രീനെ ചുറ്റിപ്പറ്റി നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കി നോക്കാം. ചാപ്റ്ററിലേക്ക് പോവാണ്. Through the house and grounds of home in India were grandfather's domain. The magnificent old banyan tree was mine chiefly because grandfather at the age of 65 could no longer climb it. Okay, എന്താ പറയുന്നത്? Through the house and grounds of our home in India were grandfather's domain. Okay, എന്താണ്? നമ്മുടെ ഇന്ത്യയിലുള്ള വീടും സ്ഥലങ്ങളും ഒക്കെ എന്താണ്? ഗ്രാൻഡ് ഫാദറിന്റെ അധീനതയിൽ വരുന്നതാണ്. ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാൻഡ് ഫാദറിന്റെ അധീനത എന്നാണ് അർത്ഥം. ഗ്രാൻഡ് ഫാദറിന്റെ അധീനതയിൽ വരുന്നതാണ് എന്ത്? അധികാരത്തിൽ വരുന്നതാണ് എന്ത്? ഇന്ത്യയിൽ അവരുടെ വീടും സ്ഥലമൊക്കെ. ദ മാഗ്നിഫിഷ്യൻ ഓൾ ബനിയൻ വാസ് മൈൻ ബിക്കോസ് ഗ്രാൻഡ് ഫാദർ അറ്റ് ദ ഏജ് ഓഫ് 65 കുഡ് നോ ലോങ്ങർ ക്ലൈംബ് ഇറ്റ്. ഓക്കെ, വീടും പരിസരമൊക്കെ ഗ്രാൻഡ് ഫാദറിന്റെ അധികാരത്തിൽ വരുന്നതാണെങ്കിലും കൂടിയിട്ട് അവിടെയുള്ള വലിയ മാഗ്നിഫിഷ്യൻ ആയിട്ടുള്ള ബനിയൻ ട്രീ, മാഗ്നിഫിഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൗഢമായ എന്നാണ്. ഓക്കെ, ഇത്രയും വലിയൊരു ബനിയൻ ട്രീ മാത്രം എന്താണ്? എന്റെ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്തുകൊണ്ടാണ് അങ്ങനെ എന്റെ ആണെന്ന് പറയാൻ കാരണം? കാരണം ഗ്രാൻഡ് ഫാദറിന് ഈ 65-ാമത്തെ വയസ്സായ ഈ കാലത്തില് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആ ഒരു ബനിയൻ ട്രീമ വലിഞ്ഞു കയറാനായിട്ടൊന്നും പറ്റൂല. അതുകൊണ്ട് തന്നെ ഈ തോട്ടത്തിലുള്ള വലിയ ബനിയൻ ട്രീ ആരുടെയാണ്? അത് എന്റെയാണ് എന്ന പോലെയാണ്. ഓക്കെ, ഗ്രാൻഡ് മദർ യൂസ് ടു ടീസ് ഹിം അബൌട്ട് ദിസ് and would speak of the certain Countess of Desmond, an English woman who lived to the age of 170. എന്താണ് പറയുന്നത്? ഗ്രാൻഡ് മദർ എപ്പോഴും അദ്ദേഹത്തിന് എന്താറുണ്ട്? കളിയാക്കാറുണ്ട്, ടീസ് ചെയ്യാറുണ്ട്. എന്ത് പറഞ്ഞിട്ടാണ് ടീസ് ചെയ്യുന്നത്? would speak of the certain Countess of Desmond. ഒരു ഡെസ്മോണ്ടിലുള്ള ഒരു കൗണ്ടസിനെ കുറിച്ച്. കൗണ്ടസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കുടുംബത്തിലെ സ്ത്രീ എന്നാണ്. കാരണം ഇംഗ്ലീഷ് വുമൻ who live the age of 117, അതായത് 117 വർഷം ജീവിച്ചത്. 117 വയസ്സുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു.
അവരെന്താണ് ഡെസ്മോണ്ടിലെ കൗണ്ടസ് ആയിരുന്നു. അവരെ കുറിച്ച് പറഞ്ഞിട്ട് എപ്പോഴും ആരെ കളിയാക്കാറുണ്ട്? ഗ്രാൻഡ് ഫാദറിനെ കളിയാക്കാറുണ്ട്. എന്തിനായിരിക്കും അവരെ കുറിച്ച് പറഞ്ഞിട്ട് കളിയാക്കുന്നത്? ഒന്നുമില്ല. ആൻഡ് എന്താണ് ഇത്രേ ഉള്ളൂ. ആൻഡ് വുഡ് ഹാവ് ലീവ് ലോങ് ഇഫ് ഷീ ഹാഡൻ ഫോളൻ വൈൽ ക്ലൈംബിംഗ് ആൻ ആപ്പിൾ ട്രീ. ഒരു ആപ്പിൾ ട്രീയിൽ വലിയ കയറുന്ന സമയത്ത് വീണിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അവരെന്ത് ചെയ്യുന്നു, 117 വയസ്സിനെക്കാട്ടിലും ഒരുപക്ഷെ ജീവിക്കുമായിരുന്നു. ഓക്കെ. അപ്പോ ഗ്രാൻഡ് മദർ എന്തിനാണ് ഗ്രാൻഡ് ഫാദറിനെ ടീസ് ചെയ്യുന്നത്? എന്താ ഈ കൗണ്ടസ് ഉണ്ടല്ലോ, ഡെസ്മോണ്ടിലുള്ള കൗണ്ടസ് 117 വയസ്സിൽ ഒരു ആപ്പിൾ മരത്തിൽ വലിഞ്ഞു കയറിയപ്പോ അതിൽ നിന്ന് വീണിട്ടാണ് മരിച്ചത്. അപ്പൊ അതേപോലെ ഗ്രാൻഡ് ഫാദറും ആ ഒരു ബനിയൻ ട്രീമേ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ് മരിച്ചു പോകുമോ എന്ന് ഗ്രാൻഡ് ഫാദറിന് പേടി ആയതുകൊണ്ടാണ് ഗ്രാൻഡ് ഫാദർ ബനിയൻ ട്രീയിൽ കയറാത്തത് എന്ന് പറഞ്ഞിട്ട് ഗ്രാൻഡ് മദർ ഗ്രാൻഡ് ഫാദറിനെ കളിയാക്കാറുണ്ട്. ഓക്കെ. ദ സ്പ്രെഡിംഗ് ബ്രാഞ്ചസ് ഓഫ് ബനിയൻ ട്രീ വിച്ച് കർവ് ടു ദ ഗ്രൗണ്ട് ആൻഡ് ടു റൂട്ട് അഗെയിൻ. എന്താണ് ഈ ഒരു ബനിയൻ ട്രീന്റെ ബ്രാഞ്ചസ് വലിയ മാഗ്നിഫിഷ്യന്റ് ആയിട്ടുള്ള പ്രൗഢമായിട്ടുള്ള ബനിയൻ ട്രീ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഈ ബനിയൻ ട്രീന്റെ ബ്രാഞ്ചസ് എന്ത് ചെയ്തിട്ടുണ്ട്? ആകെപ്പാട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. വിച്ച് കർവ് ടു ദ ഗ്രൗണ്ട് ആൻഡ് ടു റൂട്ട് അഗെയിൻ. ഈ അതിന്റെ ബ്രാഞ്ചസ് വീണ്ടും വളഞ്ഞ് താഴേക്ക് വന്നിട്ട് പിന്നെ അതിൽ നിന്ന് റൂട്ട് വന്ന് വീണ്ടും മുകളിലേക്ക് പോയിട്ടുണ്ട്. നമ്മൾ ചില ബനിയൻ ട്രീസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരുപാട് വേരുകളൊക്കെ അതിന്റെ ബ്രാഞ്ചസ് ഒക്കെ താഴത്ത് കൂടെ ഒക്കെ വന്ന് പിന്നെയും വേരായി മുകളിൽ പോകുന്ന അങ്ങനത്തെ ബനിയൻ ട്രീ നമ്മൾ കണ്ടിട്ടുണ്ടാവും. വലിയ ബനിയൻ ട്രീ ആയിരിക്കും. ഓക്കെ. വിച്ച് കർവ് ടു ദ ഗ്രൗണ്ട് ആൻഡ് ടു റൂട്ട് അഗൈൻ ഫോമിംഗ് എ മെയ്സ് ഓഫ് ആർച്ചസ് ഗേവ് മീ endless pleasure. ഓക്കെ. മെയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. അർച്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളഞ്ഞിട്ട് അതിന്റെ കമ്പ് ചുള്ളലൊക്കെ വളഞ്ഞ് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ ആകെ ചുറ്റിപ്പളഞ്ഞ് കിടക്കാണ്. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എന്തെയ്യുന്നുണ്ട്? സന്തോഷം കിട്ടുന്നുണ്ട്. The tree was older than the house, older than the grandfather, as old as the town of Dhara. Nestling in the valley at the foot of Himalayas. എന്താണ് പറയുന്നത്? ആ ട്രീ എന്താണ്? ഓൾഡർ ദാൻ ദി ഹൗസ്, വീടിന്റെയും കാട്ടിലും പഴയതാണ്. ഒരുപക്ഷെ ഫാദറിന്റെയും കാട്ടിലും വലുതായിരിക്കും. അതേപോലെ തന്നെ ആസ് ഓൾഡ് ആസ് ദ ടൗൺ ഓഫ് ഡെഹ്റ. അവിടെ ഉള്ള ഒരു ഡെഹ്റാഡൺ എന്ന് പറയുന്ന സ്ഥലത്താണ് ആര് താമസിക്കുന്നത്? നമ്മുടെ റസ്കിൻ ബോണ്ട് താമസിക്കുന്നത്. ആ ഒരു ടൗണിന്റെ അത്രയും പ്രായം ആർക്കുണ്ടെന്നാ പറയുന്നത്? ഈ ബനിയൻ ട്രീക്ക് ഉണ്ടെന്നാ പറയുന്നത്. നെസ്ലിംഗ് ഇൻ ദ വാലി ഓഫ് ദി ഫുട്ട് ഓഫ് ഹിമാലയാസ്. ഓക്കെ. എന്താണ്? ഹിമാലയാസിന്റെ ഒരു ഫുട്ടാണെന്നാണ് പറയുന്നത്. ഓക്കെ. ഇനി അടുത്ത പാരഗ്രാഫ് നോക്കിയേ. My first friend and familiar was a small gray squirrel. Arching his back and sniffing into the air, he seemed at first to resent my invasion of his privacy. But when he found that I did not arm myself with a catapult or air gun, he became friendlier. എന്താ പറയുന്നത്? ഓക്കെ. അപ്പോൾ ഒരു ബനിയൻ ട്രീയിൽ നടക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ബനിയൻ ട്രീനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ബനിയൻ ട്രീ എന്താണ്? ആ ഒരു നാടിന്റെ അത്രയും പ്രായമുള്ള, അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദറിനെക്കാട്ടിലും പ്രായമുള്ള ഒരു ബനിയൻ ട്രീ ആണ് അതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗ്രാൻഡ് ഫാദറിന്റെ വയസ്സായതുകൊണ്ട് ആ ഒരു ബനിയൻ ട്രീമ വലിഞ്ഞു കയറാനൊന്നും പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ ബോയിന്റെ അധീനത്തിലാണ് എന്ത് മാത്രം വരുന്നത്? ഈ ഒരു ബനിയൻ ട്രീ മാത്രം വരുന്നത്. ബാക്കിയൊക്കെ ഗ്രാൻഡ് ഫാദർ അധികാരപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ഓക്കെ. അപ്പം മൈ ഫസ്റ്റ് ഫ്രണ്ട് ആൻഡ് ഫാമിലി വാസ് എ സ്മോൾ ഗ്രീസ് സ്ക്വിറൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഒരു ബോയ് അവരുടെ ഒരു നറേറ്റീവ് ആണ് കേട്ടത്. അപ്പൊ എന്താ അവർ പറയാണ്, എന്റെ ആദ്യത്തെ ഫ്രണ്ടും അതേപോലെ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ പരിചയപ്പെട്ടിട്ടുള്ളത് ആരെയാണ്? അവിടെയുള്ള ഒരു സ്മോൾ ഗ്രേ സ്ക്വിറലാണ്. ഗ്രേ കളറിലുള്ള സ്മോൾ എന്താ അണ്ണാനെയാണ് ആദ്യം ആര് പരിചയപ്പെട്ടത്? സ്കിൻ ബോണ്ട് പരിചയപ്പെട്ടത്. ആർച്ചിങ് ഹിസ് ബാക്ക് ആൻഡ് സ്നഫിംഗ് ഇൻടു ദ എയർ. അതെന്ത് ചെയ്യാറുണ്ട്? ആ ഒരു ഗ്രേ സ്ക്യൂറലിനെയാണ് പിന്നെ പറഞ്ഞിരിക്കുന്നത്. ആർച്ചിങ് ഹിസ് ബാക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ പുറം ഇങ്ങനെ വളഞ്ഞു നിൽക്കാറുണ്ട്. അതേപോലെ തന്നെ എയറിൽ ഇങ്ങനെ സ്നിഫിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മെൽ ചെയ്ത് നോക്കുക, അത് മണം പിടിച്ച് നോക്കുന്നുണ്ട്. ഈ സെയിം അറ്റ് ഫസ്റ്റ് റീസൺ ഇൻവേഷൻ ഓഫ് ഹിസ് പ്രൈവസി. അവരുടെ പ്രൈവസിയിലേക്ക് ഒളിഞ്ഞു നോക്കുന്നത് ആദ്യം ആർക്കും ഇഷ്ടമുണ്ടായിരുന്നില്ല. ഈ ഒരു സ്ക്യൂറലിനെ ഇഷ്ടമായിരുന്നില്ല. ബട്ട് വെൻ ഹി ഫൗണ്ട് ദാറ്റ് ഐ ഡിഡ് നോട്ട് ആം മൈസെൽഫ് ദ കാറ്റപ്പൾട്ട് ഓർ എയർ ഗൺ, ഹി ബിക്കേം ഫ്രണ്ട്ലിയർ. അതിന് ആദ്യമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ പ്രൈവസിയിലേക്ക് ഞാൻ നോക്കുന്നത് അവർക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് ഞാൻ എന്ത് ചെയ്യില്ല, എയർ ഗണ്ണോ ആയിട്ടോ അല്ലെങ്കിൽ കാറ്റബിൾട്ട് എന്ന് പറഞ്ഞാൽ കവണ എന്നാണ് അർത്ഥം. ഓക്കെ. കവണ ആയിട്ട് എയർ ഗണ്ണായിട്ടൊന്നും ആരും ശല്യപ്പെടുത്തൂല, ഈ ഒരു ഗ്രേ സ്ക്യൂറലിനെ ശല്യപ്പെടുത്തൂല എന്ന് തോന്നി കഴിയുമ്പോ ഫ്രണ്ട്ലി ആയി. ആൻഡ് when I started leaving him a piece of cake and biscuit, he grew bolder and finally became friendlier enough to take food from my hands. എന്താ പറയുന്നത്? അവസാനം ഞാൻ ബിസ്ക്കറ്റും കേക്കിന്റെ ഒക്കെ കഷ്ണങ്ങളൊക്കെ അവന് കൊടുക്കാൻ തുടങ്ങിയപ്പോ ഈ ഗ്രൂ ബോൾഡർ എന്തായിരുന്നു? അവൻ ഒന്നും കൂടി ധൈര്യശാലിയായി. ആൻഡ് ഫൈനലി ബിക്കം ഫെമിലിയർ
ഇനഫ് ടു ടേക്ക് ഫുഡ് ഫ്രം മൈ ഹാൻഡ്സ്. എന്റെ കയ്യിൽ നിന്ന് വന്നിട്ട് ഫുഡ് തട്ടിപ്പറിച്ചെടുക്കാൻ മാത്രം അവൻ എന്ത് ചെയ്തു, ധൈര്യം വന്നു എന്നാണ് പറഞ്ഞത്. അത്രയും ആ സ്ക്യൂറലുമായിട്ട് അവൻ ഫ്രണ്ട്ലി ആയി എന്നാണ് പറഞ്ഞത്. ബിഫോർ ലോങ് he was delving into my before long he was delving into my pockets and helping himself to whatever he could find. Okay. അവൻ എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പോ, അവന് നല്ല ധൈര്യശാലിയായി. ഇവന്റെ ഈ ഒരു ബോയിന്റെ പോക്കറ്റിൽ നിന്ന് വരെ എന്ത് ചെയ്യുന്നുണ്ട്, തപ്പി ഡെൽവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരയുക എന്നൊക്കെയാണ് അർത്ഥം. ഇറങ്ങി ചെന്നിട്ട്, പോക്കറ്റിലേക്ക് ഇറങ്ങി ചെന്നിട്ട് തിരയുക എന്നൊക്കെയാണ് അർത്ഥം. അത്രയും അവൻ എന്ത് ചെയ്തിട്ടുണ്ട്, ധൈര്യശാലിയായിട്ട് വളർന്നിട്ടുണ്ട്. ഓക്കെ. He was a very young squirrel, and his friends and relatives probably thought him headstrong and foolish for trusting a human. എന്താണ് ആ സ്ക്യൂറൽ എന്താണ്, വളരെ ചെറിയൊരു സ്ക്യൂറൽ ആണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു പക്ഷേ ബോയ് ചിന്തിക്കുകയാണ്, ഒരു പക്ഷേ അവന്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും, ഇവനൊരു മണ്ടനാണെന്നോ അല്ലെങ്കിൽ ഇവന് ഇത്രയും ധൈര്യമോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. എന്തുകൊണ്ട് ഒരു മനുഷ്യനുമായിട്ട് കൂട്ടുകൂടാൻ ഇത്രയും ധൈര്യം ഉണ്ടോ, അല്ലെങ്കിൽ അവനെന്താ മണ്ടനാണോ എന്ന് വരെ അവന്റെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാവും എന്ന് ബോയ് ചിന്തിക്കണം. ഓക്കെ. In the spring, okay, spring season ആവുന്ന സമയത്ത് when the banyan tree was full of small red pigs, birds of all kinds would flock into its branches. The red-bottomed bulbul, cheerful and greedy, gossiping rosy pastors and parrots and crows, squabbling with each other all the time. During the fig season, the banyan tree was noisiest place on the road. എന്താ പറയുന്നത്, സ്പ്രിംഗ് സീസൺ ആവുന്ന സമയത്ത് when the banyan tree was full of small red figs. Okay, റെഡ് ഫിഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കായ്കളാണ്. ആ ഒരു ബനിയൻ ട്രീയിൽ ഉണ്ടാകുന്ന കായ്കളെയാണ് റെഡ് ഫിഗ്സ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം ബനിയൻ ട്രീ സ്പ്രിംഗ് സീസൺ ആവുന്ന സമയത്ത് ബനിയൻ ട്രീന്റെയും ആകെ കാഴ്ചിട്ട് അതിൽ നിറച്ച് ഫിഗ്സ് ഉണ്ടാവാറുണ്ട്, ചെറിയ ചെറിയ കായ്കൾ ഉണ്ടാവും. ബട്ട്സ് ഓഫ് ഓൾ കൈൻഡ് വുഡ് ഫ്ലോക്ക് ഇൻ ടു ഇറ്റ് ബ്രാഞ്ചസ്. എന്താണ്, എല്ലാ തരത്തിലുള്ള പക്ഷികളും ആ ഒരു ഫിഗ്സ് കഴിക്കാൻ വേണ്ടിയിട്ട് എവിടെ വരും, ബനിയൻ ട്രീയിൽ വരും. ദ റെഡ് ബോട്ടംഡ് ബുൾബുൾ, cheerful and greedy, gossiping rosy pastures and parrots and crows. ഇത് പലതരത്തിലുള്ള പക്ഷികളെ എന്താണ്, പക്ഷികളെ വർണ്ണിക്കുകയാണ്. ബുൾബുൾ, അതേപോലെ പാസ്റ്റേഴ്സ്, പാരറ്റ്സ്, കാക്കകളാണെങ്കിലും കാക്കകള്, കിളികള്, കുരുവികൾ, അതേപോലെ തത്തകളൊക്കെ വന്നിട്ട് സ്ക്വാബ്ലിംഗ് എന്ന് പറഞ്ഞാൽ കലപില ശബ്ദം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ക്വിറൽ, അതായത് അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യാന്നൊക്കെയാണ്. ശബ്ദം ഉണ്ടാക്കി അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യും വിത്ത് ഈച്ച് അതർ ഓൾ ദ ടൈം. എല്ലാ സമയത്തും ആകെ എന്ത് ചെയ്യുന്നുണ്ടാവും, പരസ്പരം ഫൈറ്റ് ചെയ്തിട്ടും ചില 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 ശബ്ദം ഉണ്ടാക്കിയിട്ടൊക്കെ അവര് ആ ഒരു ബനിയൻ ട്രീനെ ഡ്യൂറിംഗ് ദി ഫിഗ് സീസൺ, ആ ഫിഗ് സീസൺ ആവുന്ന സമയത്ത് ബനിയൻ ട്രീ വാസ് ദി നോയ്സിയസ്റ്റ് പ്ലേസ് ഓൺ ദി റോഡ്. ഏറ്റവും കൂടുതൽ ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്ഥലമായിട്ട് എന്താ സ്പ്രിംഗ് സീസണിൽ ആര് മാറാറുണ്ട്, ബനിയൻ ട്രീ മാറാറുണ്ട്. Halfway up the tree, I had built a small platform on which I would often spend my afternoons when it was too hot. When it wasn't too hot. Okay, എന്താണ് പറയുന്നത്, halfway up the tree, I had built a platform. Okay, എന്താ ഒരു മരത്തിന്റെ പകുതിയിലൊക്കെ ആയിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് ഇരിക്കാനൊക്കെ പറ്റുന്ന ഒരു സ്ഥലം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തിനാ, എപ്പോഴാണ്, ഐ വുഡ് ഓഫൻ ഒരുപാട് ചൂടായിരുന്ന പറയുന്നതാണ്, ചൂടുള്ള സമയത്ത് അധികം പൊടിക്കാത്ത വൈകുന്നേരങ്ങളാണെന്നുണ്ടെങ്കിൽ പോയിരുന്നിട്ട് എന്റെ സമയം സ്പെൻഡ് ചെയ്യാറുണ്ട്. I could read there, propping myself up against the ball of the tree with questions taken from the drawing room. ഡ്രോയിങ് റൂമിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് അവിടെ ആ മരത്തിന്റെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പ്ലാറ്റ്ഫോം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അവിടെ പോയിരുന്നിട്ട് ഞാൻ എന്ത് ചെയ്യാറുണ്ട്, വായിക്കാറൊക്കെ ഉണ്ട്. ട്രഷർ ഐലൻഡ്, ഹക്ലിബറി ഫിൻ, ദ മൗഗ്ലി സ്റ്റോറീസ് ആൻഡ് ദി നോവൽ ഓഫ് എഡ്ഗർ റൈസ് ബറോ ആൻഡ് ലൂസിയ മേ ആൽകോട്ട് മെയ്ഡ് അപ്പ് മൈ ബാഗ് ഓഫ് വെരി മിക്സ്ഡ് റീഡിങ്. അതായത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടിട്ടുള്ള കുറച്ച് നോവൽസിന്റെയും അതുപോലെ റൈറ്റേഴ്സിന്റെ ഒക്കെ പേരുകളാണ് അവിടെ കൊടുക്കുന്നത് കേട്ടോ. ഇവരുടെയൊക്കെ പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ എന്താറുണ്ട് അവരുടെ അവന്റെ ബാഗിൽ നിറച്ചുണ്ടാവാറുണ്ട്. അതൊക്കെയാണ് അവൻ എന്ത് ചെയ്യാറ്, ആ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ട് വായിക്കാറുള്ളത്. When I did not when I did not feel like reading, എനിക്ക് വായിക്കേണ്ട എന്ന് തോന്നുന്ന സമയത്ത്, അതായത് വായിക്കാൻ ഒരു മൂഡൊന്നും ഇല്ലാത്ത സമയത്ത്, I could look down to the banyan tree. I could look down through the banyan leaves at the world below. എന്താണ്, എനിക്ക് വായിക്കാൻ തോന്നാത്ത സമയങ്ങളിൽ ഞാൻ എന്ത് ചെയ്യാറുണ്ട്, ബനിയൻ ട്രീന്റെ ലീവ്സിനിടയിലുള്ള, ബനിയൻ ട്രീന്റെ ഇലകളിലിടയിലുള്ള ഞാൻ താഴത്തെ ലോകം, ബനിയൻ ട്രീയുടെ താഴെ ഒരു ലോകമുണ്ട്, ആ ലോകം ഞാൻ എന്ത് ചെയ്യാറുണ്ട്, നോക്കിയിരിക്കാറുണ്ട്. എന്തൊക്കെയാണ് ആ താഴെ നടക്കുന്ന സംഭവങ്ങളാണ് എന്നാണ് പറയുന്നത് കേട്ടോ. Again, a grandmother hanging up or taking down a washing at the
cook quarreling with the road vendor, or the grandfather grumbling at the hardy Indian marigolds, which insisted on springing up all over his very English garden. എന്താണ് ഗ്രാൻഡ് മദർ ഒന്നെങ്കിൽ വാഷ് ചെയ്ത ക്ലോത്ത്സ് എടുത്തു വെക്കുക, അല്ലെങ്കിൽ ഉണക്കാനിടൊക്കെ ആയിരിക്കും. അതേപോലെ തന്നെ ഫ്രൂട്ട് വെണ്ടർ ഫ്രൂട്ട്സ് വിൽക്കാൻ വരുന്ന ആളോട് ക്വറൽ ചെയ്യുക, അവരോടുള്ള സംഭാഷണം അല്ലെങ്കിൽ അവരുമായിട്ട് തർക്കിക്കുകയൊക്കെ ചെയ്യായിരിക്കും. അതേപോലെ തന്നെ ഗ്രാൻഡ് ഫാദറിന് എന്തായിരിക്കും പണി? ഗ്രാൻഡ് ഫാദർ ഗ്രംബ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറുമുറുക്കാണെന്ന് അർത്ഥം. അദ്ദേഹത്തിന് ഒരു ഇംഗ്ലീഷ് ഗാർഡൻ ഉണ്ട്. അവർ ബ്രിട്ടീഷ് ഡിസെൻഡഡ് ആൾക്കാരാണ്. അപ്പം ഒരു ബ്രിട്ടീഷുകാരാണ്. അവർക്ക് എന്ത് ചെയ്യുന്നത്, ഒരു ഇംഗ്ലീഷ് ഗാർഡൻ ഉണ്ട് അവരുടെ പുനർത്തിൽ ഒരു ഇംഗ്ലീഷ് ഗാർഡൻ, ഇംഗ്ലീഷ് അവിടുന്ന് ബ്രിട്ടനിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള കുറെ ഫ്ലവേഴ്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഗാർഡൻ ഉണ്ട് അവർക്ക്. ഓക്കെ, അപ്പോൾ ഈ ഗാർഡന്റെ ഇടയിൽ ഇന്ത്യൻ മേരിഗോൾഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ചെറുതായിട്ട് വളർന്നു വരുന്നുണ്ട്. അത് ആർക്കും ഇഷ്ടമല്ല, ഗ്രാൻഡ് ഫാദറിന് ഇഷ്ടമല്ല. അപ്പൊ അത് കണ്ടിട്ട് ഗ്രാൻഡ് ഫാദർ എന്ത് ചെയ്യാറുണ്ട്, ഇങ്ങനെ മുറുമുറുക്കാറുണ്ട്. ഓക്കെ, യൂഷ്വലി നത്തിങ് വെരി എക്സൈറ്റിംഗ് ഹാപ്പൻ വൈ ഐ വാസ് ഇൻ ദ ബനിയൻ ട്രീ. സാധാരണയായിട്ട് എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും അവിടെ നടക്കാറില്ല, ബനിയൻ ട്രീയിൽ നടക്കാറില്ല. സാധാരണ കാണുന്ന ഈ ഗ്രാൻഡ് മദർ ഫ്രൂട്ട് വെൻഡേഴ്സിനോട് തല്ലുപിടിക്കുന്നതും അതേപോലെ വാഷിംഗ് ഗ്ലൗസ് കൊണ്ടുവരുന്നതും ആ ഗ്രാൻഡ് ഫാദർ മെരിഗോൾസിനെ നോക്കി പിറുപിറുക്കുന്നതും ഒക്കെ എന്നല്ലാതെ വേറെ ഒന്നും എക്സൈറ്റ്മെന്റ് ആയിട്ട് സാധാരണ എന്ത് നടക്കാറില്ല. അവര് ബനിയൻ ട്രീയിലേക്കൊന്നും നടക്കാറില്ല. ബട്ട് ഓൺ വൺ പെർട്ടിക്കുലർ ആഫ്റ്റർനൂൺ ഐ ഹാഡ് എനഫ് എക്സൈറ്റ്മെന്റ് ടു ലാസ്റ്റ് മീ ത്രൂ ദി സമ്മർ. ഓക്കെ, ആ ഒരു മുഴുവൻ സമ്മർ സീസണിനെയും അല്ലെങ്കിൽ ആ മുഴുവൻ വെക്കേഷനെയും എക്സൈറ്റ്മെന്റിലേക്ക് എത്തിക്കാൻ പാകത്തിനുള്ള ഒരു സംഭവം എന്ന് നടന്നിട്ടുണ്ടായിരുന്നു, ഒരു ഈവനിങ്ങിൽ നടന്നിട്ടുണ്ടായിരുന്നു. എന്താണ് ആ സംഭവം? That was the time I saw a mongoose and a cobra fight to death in the garden while I sat directly above them in the banyan tree. ഒരു ദിവസം ആ ബോയ് എന്ത് കണ്ടു? ഒരു മംഗൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീരി എന്നാണ് അർത്ഥം. മംഗൂസും ഒരു കോബ്രയും, അതായത് ഒരു മൂർഖൻ പാമ്പും എന്ത് ചെയ്യുന്നുണ്ട്, തല്ല് പിടിക്കുന്നത്. എന്താ അവന് കണ്ടു, തല്ല് പിടിക്കുന്നത് കണ്ടു. എപ്പോഴാണ് കണ്ടത്? അവൻ ബനിയൻ ട്രീന്റെ മുകളിൽ ഇരിക്കുന്ന സമയത്ത് അവന്റെ നേരെ താഴെ ഒരു കീരിയും പാമ്പും കൂടിയിട്ട് തല്ല് പിടിക്കുന്നതായി കണ്ടിട്ടുണ്ട്. എന്താ ഈ ഒരു ബോയ് കണ്ടിട്ടുണ്ട്. അതാണ് ആ ഒരു സമ്മർ സീസൺ മുഴുവനായിട്ടും എക്സൈറ്റ് ചെയ്യിക്കാൻ പാകത്തിനുള്ള ഒരു സംഭവമായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ഇത്രയും മതി. നമ്മൾ എന്ത് ചെയ്യും, മംഗൂസിന്റെയും കോബ്രയുടെയും നല്ല വിശദമായിട്ടുള്ള ഫൈറ്റ് ഉണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സീനാണ്. അത് നമ്മൾ എന്ത് ചെയ്യും, അടുത്ത ക്ലാസ്സിലേക്കും ഇന്ന് നമ്മൾ ഇത്ര എടുക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും ഭാഗത്തുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കണം. അതിന് മുമ്പ് നമ്മൾ എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ ഇപ്പൊ പറഞ്ഞത്? ഈ ഒരു ബനിയൻ ട്രീയിൽ നടക്കുന്ന കുറച്ച് അഡ്വഞ്ചേഴ്സ് ആണ് പറഞ്ഞത്. ഈ ഒരു ബോയ് എന്താണ്, വളരെയധികം നാച്ചുറായിട്ട് ഒത്തിണങ്ങി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ബോയ് ആണ്. അപ്പം ബോയിനെ കുറിച്ചിട്ടും ഗ്രാൻഡ് ഫാദറിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്താൻ വരുന്നുണ്ട്, ക്യാരക്ടർ സ്കെച്ച് എഴുതാനായിട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ബോയിനെ കുറിച്ച് ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ഓർത്തിരിക്കണം. അപ്പൊ ബോയ് എന്താണ്, നേച്ചറുമായിട്ട് വളരെയധികം സമയം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു ആളാണ്. ഓക്കെ, അപ്പോൾ അവരുടെ ഇന്ത്യയിലുള്ള ഹൗസ് ഒക്കെ ഗ്രാൻഡ് ഫാദറിന്റെ ഡൊമൈൻ ആണെങ്കിൽ പോലും മാഗ്നിഫിഷ്യന്റ് ബനിയൻ ട്രീ ആരുടെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ബോയിന്റെ ആണെന്ന് ബോയ് അവകാശപ്പെടുന്നുണ്ട്. എന്നിട്ടോ എന്തുകൊണ്ടാണ് ഗ്രാൻഡ് ഫാദർ വയസ്സായത് കാരണം പിന്നെ ആ ഒരു ബനിയൻ ട്രീയിൽ ഇന്നുകൊണ്ട് അവന് സംഭവിച്ചിട്ടുള്ള അവന് അനുഭവിച്ചിട്ടുള്ള കുറച്ച് സന്തോഷമായിട്ടുള്ള കാര്യങ്ങളാണ് അനുഭവിക്കുന്നത്. ഒന്ന് പറഞ്ഞു, എന്താണ്, ഒരു ഗ്രേസ് ക്യൂറാണ്, നല്ല ഫ്രണ്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഫസ്റ്റ് അവന് പേടിയായിരുന്നു കൂടിയിട്ട് ബോയ് അവനെ ഹാം ചെയ്യൂല, വേദനിപ്പിക്കൂല, അല്ലെങ്കിൽ മോശിപ്പിക്കൂല എന്നൊക്കെ തോന്നിയപ്പോ ആര് ഫ്രണ്ടായി, ക്യൂറർ അവനായിട്ട് ഫ്രണ്ട് ആയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ബോയ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പ്ലാറ്റ്ഫോം നിർമ്മിച്ചിട്ടുണ്ട്. ആ പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ടാണ് അവന് പുസ്തകങ്ങളൊക്കെ വായിക്കാറ്. പുസ്തകങ്ങൾ വായിക്കാൻ തോന്നാത്ത സമയത്ത് അവൻ എന്ത് ചെയ്യാറുണ്ട്, അതിന്റെ താഴേക്കൊക്കെ നോക്കി അവിടെ നടക്കുന്ന യൂഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. ഒരു ദിവസം അവനെ എക്സൈറ്റ്മെന്റ് ചെയ്തുകൊണ്ട് അവിടെ ഒരു സംഭവം നടന്നു, മംഗോസും കോബ്രയും കൂടി ഫൈറ്റ് ചെയ്യുന്ന ഒരു സീനാണ് നടക്കുന്നുണ്ട്. അപ്പം അത് നമുക്ക് വായിക്കാൻ പറ്റും, കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള സീനാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സീനാണ്. നമ്മൾ അടുത്ത ചാപ്റ്ററിൽ അടുത്ത പാർട്ടിൽ നമ്മളത് ഡിസ്കസ് ചെയ്യും. ഇത്രയും ഭാഗത്തുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. House and grounds were of grandfather's domain, but the magnificent old banyan tree was mine. Why did the boy say so? Okay, ഹൗസും വീടും നിലവല്ല ഗ്രാൻഡ് ഫാദറിന്റെ അധികാരത്തിലുള്ളതാണെങ്കിലും മാഗ്നിഫിഷ്യൻ ബനിയൻ ട്രീ എന്റെയാണ്. എന്തുകൊണ്ടാണ് ബോയ് അങ്ങനെ പറയാനുള്ള കാരണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആൻസർ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്, the boy said the boy said so because he was free to do whatever he liked on the banyan tree.
എന്തുകൊണ്ടാണ് ബോയ് അങ്ങനെ പറഞ്ഞത്? ബോയ്ക്ക് അവിടെ ബനിയൻ ട്രീയിൽ എന്തും ചെയ്യാനുള്ള, ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാനുള്ള അധികാരമുണ്ട്. ബട്ട് ഇൻ ദി ഹൗസ് ആൻഡ് ഗ്രൗണ്ട് ഹി വാസ് നോട്ട് സോ ഫ്രീ ആസ് ദേ വർ സ്ട്രിക്ട്ലി കൺട്രോൾഡ് ബൈ ദി ഗ്രാൻഡ് ഫാദർ. ബാക്കി ഭാഗങ്ങളൊക്കെ ഗ്രാൻഡ് ഫാദർ സ്ട്രിക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ഇവന് എന്താണ് ഫ്രീ ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്നത് ഇവിടെ മാത്രമാണ്, ഈ ഒരു ബനിയൻ ട്രീയിൽ മാത്രമാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്? ഹൗ ഡിഡ് സ്ക്യൂറൽ ബിക്കം എ ഫ്രണ്ട് ഓഫ് ദ ബോയ്? എങ്ങനെയാണ് സ്ക്യൂറൽ ഈ ഒരു ബോയിന്റെ ഫ്രണ്ട് ആയതെന്നാണ് ചോദിക്കുന്നത്. സ്ക്യൂറൽ ഫൗണ്ട് ദാറ്റ് ദ ബോയ് ഹാഡ് നോ കാറ്റബിൾട്ട് ഓർ എയർ ഗൺ. ഒരു എയർ ഗണ്ണോ അല്ലെങ്കിൽ ഒരു കവനോ അങ്ങനെയൊന്നും ആ ബോയിന്റെ കയ്യിലില്ല എന്ന് ആര് വിശ്വസിച്ചു? ഒരു സ്ക്യൂറൽ കണ്ടുപിടിച്ചു. എന്നിട്ടോ then the boy started giving him pieces of cake and biscuits. He grew bolder and took food from his hands. Okay. ഈ ബോയ് എന്ത് ചെയ്തു? ചെറിയ പീസ് ഓഫ് കേക്കും ബിസ്ക്കറ്റും ഒക്കെ അവന് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അവന് കുറച്ചും കൂടി ധൈര്യം വന്നു. ഈവൻ ആ ബോയിന്റെ കയ്യിൽ നിന്ന് ഫുഡ് എടുത്ത് കഴിക്കാനുള്ള ഒരു തട്ടിപ്പറിച്ച് കഴിക്കാനുള്ള അത്രയും ധൈര്യത്തിലേക്ക് ആരെത്തിയിട്ടുണ്ടായിരുന്നു. He even searched for the boy's pocket. Okay. അത്രയും ധൈര്യത്തോടെ ആ ബോയിന്റെ പോക്കറ്റിൽ വരെ കൈ നോക്കാൻ ആർക്ക് ധൈര്യം വന്നു? നമ്മുടെ സ്ക്യൂറലിന് വന്നിട്ടുണ്ടായിരുന്നു. What did the friends of the squirrel think about his friendship with a human? What might have made them think so? ആ സ്ക്യൂറലിന്റെ ബന്ധുക്കളും ഫ്രണ്ട്സും ഒക്കെ എന്തായിരിക്കും കരുതിയിട്ടുണ്ടാവുക? ഒരു ഹ്യൂമനുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുമ്പോൾ അവരെന്തായിരിക്കും കരുതിയിട്ടുണ്ടാവുക? എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കാനുള്ള കാരണം? They thought he was headstrong and foolish for trusting in human. Okay. Human being. ഒരു മനുഷ്യനെ വിശ്വസിക്കാൻ മാത്രം ഇവൻ ഇത്രയും ഫൂളാണോ, അല്ലെങ്കിൽ അവർക്ക് ഇത്രയും ധൈര്യം ഉണ്ടോ എന്നൊക്കെ അവർ ചിന്തിച്ചിട്ടുണ്ടാവും. They thought so because human being killed the squirrel for their meat, skin and even for fun. Okay. എന്താണ് അവരങ്ങനെ ചിന്തിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ പലപ്പോഴും ഈ സ്ക്യൂറൽസിനെ കൊല്ലാറുണ്ട്. എന്തിനാ? ഫുഡായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടും അവരുടെ തോലിന് വേണ്ടിയിട്ടൊക്കെ ആരെ കൊല്ലാറുണ്ട്? ഈ സ്ക്യൂറൽസിനെ കൊല്ലാറുണ്ട്. അപ്പം അത്രയും ക്രൂരമായിട്ടുള്ള മനുഷ്യരുമായിട്ട് എന്തിനാണ് ഇവന് എന്ത് ചെയ്യുന്നത് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയത് എന്ന് ആര് വിചാരിക്കുന്നുണ്ടാവും? സ്ക്യൂറലിന്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സും വിചാരിക്കുന്നുണ്ടാവും. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താ? Was the banyan tree is the noisiest place during peak season? Peak seasonന്റെ സമയത്ത് എങ്ങനെയാണ് ബനിയൻ ട്രീ നോയ്സിയസ്റ്റ് പ്ലേസ് ആവുന്നത്? ആ റോഡിൽ വന്നിട്ട് നോയ്സിയസ്റ്റ് പ്ലേസ് ആവുന്നത് ബനിയൻ ട്രീ ആണെന്നാണ് പറഞ്ഞത്. എങ്ങനെയാണ്? ഇറ്റ് വാസ് നോയ്സിയസ്റ്റ് പ്ലേസ് ഡ്യൂറിംഗ് peak season because different birds and animals come to eat the trees. ആ ഒരു പഴങ്ങൾ തിന്നാൻ വേണ്ടിയിട്ട് പല ഭാഗത്ത് നിന്നായിട്ടും പല ബേർഡ്സും അനിമൽസും ഒക്കെ അവിടെ എത്താറുണ്ട്, ആ ഒരു ബനിയൻ ട്രീ എത്താറുണ്ട്. The birds were mainly bulbul, rosy pastures, പാരറ്റ്സ് ആൻഡ് റോസ്. ഓക്കെ, മെയിനായിട്ട് ബുൾബിള്, അതേപോലെ തത്തയും കാക്കയൊക്കെയാണ് വരാറുള്ളത്. ഫിക്സ് സീസണിൽ വരാറുള്ളതായിട്ട് അവർ പരസ്പരം ചെയ്യാറുണ്ട്, സ്കോബ്ലിംഗ് ചെയ്യാറുണ്ട്. അതായത് തല്ല് പിടിക്കുക അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യാന്നൊക്കെയാണ് കേട്ടോ അതിനർത്ഥം. ഓക്കെ, ദിസ് ബേർഡ്സ് ആൻഡ് അനിമൽസ് മെയ്ഡ് ഡിഫറെന്റ് നോയ്സസ്. ഇവര് വളരെ കലപില ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ബനിയൻ ട്രീ ബിക്കം ദ നോയ്സിയസ്റ്റ് പ്ലേസ് ഇൻ ദി എക്സ്. Okay. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞത്, how did the boy make the spring season exciting for himself? ഓക്കെ, ഈ സ്പ്രിംഗ് സീസണ് അവന്റെ തന്നെ രീതിയിൽ എക്സൈറ്റ്മെന്റ് ആക്കാൻ ബോയ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാറുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഒന്നുമില്ല, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ചെയ്തത്? He built a platform on the banyan tree and he spent the whole afternoon there. ഓക്കെ, അവന് ബനിയൻ ട്രീന്റെ കുറച്ച് മുകളിലായിട്ട് ഒരു പ്ലാറ്റ്ഫോം ഒക്കെ ബിൽഡ് ചെയ്തിട്ട് അവിടെ എന്തായാറുണ്ട്? ആഫ്റ്റർനൂൺസ് സ്പെൻഡ് ചെയ്യാറുണ്ട്. He brought cushions to sit on and he propped himself on the branches. അവന് റീഡിംഗ് റൂമിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തു കൊണ്ടിട്ട് അവിടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി അവിടെ ഇരുന്ന് വായിക്കാറുണ്ട്. ഇനിയോ, sitting there he read books or observed the things going around. അവിടെ ഇരുന്നിട്ട് അവന് വായിക്കാൻ തോന്നാത്ത സമയങ്ങളാണ് ചെയ്യാറുണ്ട്. താഴെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അവന് നിരീക്ഷിക്കാറുണ്ട്. നിരീക്ഷിക്കുമ്പോൾ എന്തൊക്കെയാണ് അവന് സാധാരണ കാണാറുള്ളത്? ഗ്രാൻഡ് മദർ ക്ലോത്ത്സ് വാഷ് ചെയ്യുന്നതും അത് ഉണക്കിയിടുന്നതും ഫുഡ് വെണ്ടറിനോട് തല വിളിക്കുന്നതൊക്കെ നമ്മൾ വായിച്ചു. അപ്പോൾ അത് ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇതേ ആൻസർ ചെയ്താം, അതല്ലാന്നുണ്ടെങ്കിൽ ഇതിലേക്ക് അതുകൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗ്രാൻഡ് ഫാദർ മെരിഗോൾഡനുമായിട്ട് പിറുപിറുക്കുന്നതൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? വായിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് വാസ് ദി ഇൻസിഡന്റ് ദാറ്റ് ട്രിഗർഡ് ലോങ് ലാസ്റ്റിംഗ് എക്സൈറ്റ്മെന്റ് ഫോർ ദി ബോയ് ഇൻ ദി സമ്മർ? ഓക്കെ, സാധാരണ എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും കാണാറില്ല, പക്ഷെ അന്നൊരു ദിവസം അവൻ കണ്ടു എന്ന് പറഞ്ഞു. എന്താണ് ആ എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കുന്ന സംഭവം? എന്താണ്? ലാസ്റ്റ് സെന്റൻസിൽ കൊടുത്തിട്ടുണ്ടല്ലോ, that was the time I saw a mongoose and a cobra
fight to death in the garden while I sat directly above them in the banyan tree. എന്താണ് പറഞ്ഞിട്ടുള്ളത്? The boy പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന സമയത്ത് ഒരു മംഗോസും കോബ്രയും കൂടി തല്ലി പിടിക്കുന്ന ഒരു സീനാണ് കാണണ്ടേ. ആൻഡ് എപ്പോഴാണത്? അവൻ ഡയറക്റ്റ്ലി അവരുടെ തൊട്ട് മുകളിൽ ഇരിക്കുന്ന സമയത്താണ് ഇത് കാണുന്നത്. ഓക്കെ, അപ്പൊ അത് അത്രയും അവൻ നേരിട്ട് കണ്ടതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റഡ് ഉണ്ടാക്കുന്ന ഒരു സംഭവമായിരുന്നു. ഓക്കെ, ഇനി ഈ ഭാഗത്ത് നിന്ന് നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? The boy was very much thrilled by his acquaintance with the squirrel. ഓക്കെ, സ്ക്യൂറലുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയത് ആ ബോയിനെ വളരെയധികം എക്സൈറ്റഡ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. He writes a letter to his friend telling him about ഹിസ് ന്യൂ ഫ്രണ്ട്. ഓക്കെ, അവന് കിട്ടിയിട്ടുള്ള പുതിയ ഫ്രണ്ട്, അതായത് സ്ക്യൂറലിനെ കുറിച്ചിട്ട് പറഞ്ഞുകൊണ്ട് അവൻ അവന്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഒരു ലെറ്റർ അയക്കാണ്. ഹെൽപ്പ് ടു കംപ്ലീറ്റ് ലെറ്റർ. അപ്പോൾ നിങ്ങളോട് പരീക്ഷയ്ക്ക് ഒരു പക്ഷേ ബോയ് അയക്കുന്ന ലെറ്റർ എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കും. അപ്പം ഇത് നമുക്ക് എന്താ ഫ്രണ്ടിന് അയക്കുന്ന ലെറ്റർ. അപ്പൊ അതൊരു ഫ്രണ്ട്ലി ലെറ്റർ ആണ്. ഫ്രണ്ട്ലി ലെറ്ററിന്റെ ഫോർമാറ്റ് എങ്ങനെയാ? നമ്മൾ ആദ്യം ഫ്രണ്ട് അഡ്രസ്സ് കൊടുക്കണം, പിന്നെ ഡേറ്റ് കൊടുക്കണം, പിന്നെ നമ്മളൊരു സല്യൂട്ടേഷൻ കൊടുക്കണം. സല്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിയർ ഫ്രണ്ട് അങ്ങനെ കൊടുക്കുക. അതിനെയാണ് നമ്മൾ സല്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഫ്രണ്ട്ലി ലെറ്ററിൽ നമ്മൾ ഫ്രം അഡ്രസ്സ് മാത്രമേ കൊടുക്കുള്ളൂ. നേരെ മറിച്ച് ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ലെറ്ററിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഫ്രം അഡ്രസ്സും ഡേറ്റും ടു അഡ്രസ്സും കൊടുക്കും. പക്ഷെ ഇവിടെ നമുക്ക് ഫ്രണ്ട്ലി ലെറ്റർ ആയതുകൊണ്ട് നമ്മൾ ആദ്യം ഫ്രം അഡ്രസ്സ് കൊടുക്കണം. ഇവിടെ ഫ്രം അഡ്രസ്സ് കൊടുത്തിട്ടുള്ളത് ഐവി കോട്ടേജ്, ലാൻഡർ കോൺ, ഡെഹ്റാഡോൺ എന്നാണ്. അതേപോലെ തന്നെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, പിന്നെ സാലൂട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ കൊടുക്കുന്നത് നമ്മൾ അവരുടെ വിശേഷങ്ങൾ ചോദിച്ചറിയണം. അതേപോലെ നമ്മുടെ വിശേഷങ്ങൾ അവരുമായിട്ട് പങ്കുവെക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ കൊടുക്കുന്നത് എന്താ? ഹോപ്പ് യു ആർ എൻജോയിങ് യുവർ വെക്കേഷൻ. നിന്റെ വെക്കേഷൻ അവിടെ എൻജോയ് ചെയ്യുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്നത് എന്നാണ് ആദ്യം കൊടുത്തത്. ഓക്കെ, ഫസ്റ്റ് പാരഗ്രാഫിൽ എപ്പോഴും നമ്മൾ നമ്മുടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ ചെയ്യുന്നത്. രണ്ടാമത്തെ പാരഗ്രാഫിലാണ് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയേണ്ടത്. ഓക്കെ, എന്നിട്ട് ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? യുവർ ലോവിംഗ്ലി എന്നോ അല്ലെങ്കിൽ യുവർ സിൻസിയർലി എന്നൊക്കെ നമ്മൾ എന്താ ചെയ്യണം? നമ്മുടെ നെയിമും കൂടി കൊടുക്കുന്നത്. അത്രേ ഉള്ളൂ. എന്താ ലെറ്ററിന്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലെറ്റർ നിങ്ങളൊന്ന് ജസ്റ്റ് എഴുതി നോക്കുക. അതിന്റെ ഒരു മോഡൽ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് വായിച്ചു നോക്കാം. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. അതുപോലെ തന്നെ ലെറ്റർ മാത്രമല്ല, ഒരു പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഡയറി എൻട്രി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് വെച്ചിട്ട് തന്നെ ബോയ് ഡയറി എഴുതുന്നത്. അതായത് എനിക്കിന്ന് ഫ്രണ്ടിനെ കിട്ടി, എന്താ ഇന്ന് വളരെ മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു, ഇറ്റ് വാസ് എ മെമ്മറബിൾ ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? ഒരു ഡയറി എൻട്രി വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതി നോക്കാം. അത് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം? ഒന്ന് സ്വന്തമായിട്ട് എഴുതി നോക്കാം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിന്റെ കൂടെ നോട്ട്സിന്റെ കൂടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ലെറ്റർ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ഇത്രേ എടുക്കുന്നുള്ളൂ. അടുത്ത പാർട്ടിൽ നമ്മൾ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ബാക്കി കൂടി നമ്മൾക്കത് അറിയും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഇതിൽ ഡൗട്ടും കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നത്തെ സെഷൻ എന്ത് ചെയ്യണം? വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു കേട്ടോ.